ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ കുറച്ച് ടിപ്സും അല്ലാതുള്ള കുറച്ച് ടിപ്സുമാണ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാതെ വെക്കും. സ്റ്റീൽ ഗ്ലാസ്സുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓയിൽ ഈ സൈഡിൽ തടവുക. എല്ലായിടവും ഒരേപോലെ ഇങ്ങനെ തടവുക. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് തുറന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതുപോലുള്ള ബോട്ടിലിനകത്ത് നമുക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്പാണ് എടുത്തത്. നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ ഇതിനകത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ആ ബോട്ടിലിനകത്തുള്ള സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പെർഫെക്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചപ്പാത്തി പരത്തുന്നതിന് മുമ്പ് തന്നെ റബ്ബർ ബാൻഡ് എടുക്കുക. ചപ്പാത്തി കുഴവിയുടെ 2ൻ്റെയും എൻഡിൻ്റെ ഇതുപോലെ ചെയ്യണം കേട്ടോ. നല്ല ഷേപ്പിന് വരും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും കിച്ചണിൽ ഉപയോഗിക്കുന്നൊരു സാധനമാണല്ലോ ചോപ്പിംഗ് ബോർഡ്. അപ്പോൾ അതിന് കുറേ നാൾ കഴിയുമ്പോൾ അത് കളറൊക്കെ ഫെയ്ഡായിട്ട് വരും, അഴുക്കൊക്കെ പറ്റും അതിനകത്ത്. അപ്പോൾ ആ അഴുക്ക് പോകാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ബേക്കിംഗ് സോഡ ചോപ്പിംഗ് ബോർഡിൻ്റെ മേളയിൽ നന്നായിട്ട് തൂവുക. ആ അഴുക്കുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുക. നാരങ്ങയുടെ പകുതി എടുക്കുക, നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലായിടവും ഒരുപോലെ തന്നെ ചെയ്യണം. ആ അഴുക്കുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് അതുപോലെ ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കണ്ടോ, നല്ല ഷൈനിങ് കിട്ടും. ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. നാരങ്ങ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. അതൊന്ന് പറഞ്ഞുതരാം. ന്യൂസ് പേപ്പർ എടുക്കുക. എത്ര നാരങ്ങ ഉണ്ടോ ആ വലിപ്പം അനുസരിച്ച്, നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു 10 നാരങ്ങ എടുക്കാം. പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക. ഓരോന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ നാരങ്ങ ഫ്രിഡ്ജിനകത്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിന് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതൊരു ടിപ്പാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറയുകയാണ്. തറയിൽ കണ്ടോ ഓയിൽ, ഓക്കെ, ഗ്രീസി ആയിട്ടിരിക്കുന്ന കണ്ടോ എണ്ണ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ്, എണ്ണയുള്ള സ്ഥലത്ത് മാത്രം കുറച്ച് ഉപ്പ് വിതറുക. നന്നായിട്ട് തുടച്ചെടുക്കുക.
ഗ്രീസി മാറി. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.